കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം ഭക്തർക്ക് മനസ്സ് നിറയ്ക്കുന്ന അനുഭൂതിയാണ് നൽകുന്നത്. ദക്ഷയാഗത്തിന്റെ പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഇവിടുത്തെ ചടങ്ങുകളാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് വത്സൻ തില്ലങ്കേരി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത് ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കരിയാണ്. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ദർശനമൊക്കെ? കൊട്ടിയൂരിലെ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വർഷത്തെ ജീവിതാഭിലാഷങ്ങളിൽ ഒന്നാണ്. കൊട്ടിയൂരിൽ വന്ന് ദർശനം നടത്തുക എന്നുള്ളത് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള, ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇത് ദക്ഷയാഗത്തിൻ്റെ പുണ്യഭൂമിയാണ്. ആ ഐതിഹ്യ പ്രാധാന്യം അതുപോലെ ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊരു ക്ഷേത്രമില്ലാത്ത ക്ഷേത്രമാണ് എന്നുള്ളതാണ്. സ്വയംഭൂവായ ശിവലിംഗമാണ്. മറ്റൊരു പ്രത്യേകത ഉത്സവ സമയത്ത് മാത്രമേ ഇവിടത്തേക്ക് മനുഷ്യപ്രവേശനം ഉള്ളൂ എന്നുള്ളതാണ്. ആകെ 28 ദിവസം മാത്രമാണ് ഇവിടത്തേക്ക് മനുഷ്യപ്രവേശനം ഉള്ളത്. അങ്ങനെ നിരവധി സവിശേഷതകൾ കൊട്ടിയൂരിലുണ്ട്. ഇവിടുത്തെ പ്രകൃതി രമണീയമായ, അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിയ ക്ഷേത്ര രീതിയുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ വ്യത്യസ്തമായ സാമുദായിക വിഭാഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ ഉത്സവം നടത്തുന്നത് എന്നുള്ളതാണ്. ഇത് ആയിരക്കണക്കിന് വർഷമായി തുടരുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഇവിടെ ചുറ്റുപാട് കാണുന്ന ഈ കയ്യാലകളുണ്ട്. ഈ കയ്യാലകൾ എന്ന് പറഞ്ഞാൽ ഓരോ സമുദായങ്ങളെ പ്രതിദാനം ചെയ്തിട്ടും ഇതിൻ്റെ നടത്തിപ്പുകാരുടെ, ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകളെ പ്രതിദാനം ചെയ്യുകയാണ് ഓരോ കയ്യാലകളുള്ളത്. അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെ അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മൈ കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ഒരു മഹത്തായ ഭാവാത്മകമായ തത്വം ആവിഷ്കരിതമാകുന്ന ഒരു സന്നിധാനമാണ് ഇവിടെ എല്ലാവരും ചേർന്നാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ക്ഷേത്രത്തിലെ ഇവിടുത്തെ പ്രസാദമാണ്, ഇവിടുന്ന് ഉള്ള പ്രസാദമാണ് ഈ ചുറ്റുപാടുള്ള കയ്യാലകളിൽ കഴിയുന്ന എല്ലാവരും ആഹരിക്കുന്നതും ഇവിടെ നിന്ന് കിട്ടുന്ന ഈ പ്രസാദമാണ്. അപ്പോൾ ദേവൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യമാണ്. അവർ ജാതിപരമായോ അല്ലെങ്കിൽ സാമുദായികമായോ അവരുടെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല എന്നുള്ള മഹത്തായ ഭാവവും ഭാവനയും ആവിഷ്കൃതമാകുന്ന ഏറ്റവും മഹത്തായ ഒരു ക്ഷേത്ര സങ്കേതമാണ് കൊട്ടിയൂർ ക്ഷേത്രം. അപ്പോൾ കൊട്ടിയൂരിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ പ്രകൃതിയോട് വലിയ രീതിയിൽ ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ആചാരങ്ങളാണെങ്കിലും എല്ലാം അതിനോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ മഹത്വത്തെ കുറിച്ച് കൂടി ആളുകളെ ബോധപ്പെടുത്തുന്നതല്ലേ ഇപ്പോൾ കൊട്ടിയൂർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇതിൻ്റെ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യത്താൽ ചൂർന്നു നിൽക്കുന്ന, അതിൽ വലയം ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ നിർമ്മിതികൾ നോക്കിയാൽ മതി. ഇവിടെ മറ്റ് തരത്തിലുള്ള കൃത്രിമമായ ഒരു നിർമ്മിതി ഇവിടെ ഇല്ല. ഇതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട, ഇവിടെ ഓല അതുപോലെ തന്നെ ഇതെല്ലാം ചേർന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമായിക്കൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ഉള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇത്രയും കാലം കഴിഞ്ഞിട്ടും പഴയ കാലത്ത് ഉണ്ടായിരുന്ന പ്രകൃതിയോട് ഇണങ്ങിയുള്ള ക്ഷേത്രാചാരങ്ങൾ, ചിട്ടകൾ, ദർശന സമ്പ്രദായങ്ങൾ, പൂജ, ആരാധന, താന്ത്രിക വിധികൾ, അതിലൊന്നും ഒരു മാറ്റവും കൊട്ടിയൂർ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ആളുകളിപ്പോൾ കൊട്ടിയൂർ വലിയ ക്ഷേത്രം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരും. പക്ഷെ വരുന്ന സമയത്ത് ഇവിടെ കാണുന്നത് പ്രകൃതിയിൽ ലയിച്ച് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ വിലയം പ്രാപിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അവിടെ തന്നെ അവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നു. ആ ശിവലിംഗം എന്ന് പറഞ്ഞാൽ സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ്. അതിനൊരു ക്ഷേത്രമില്ല. അവിടെയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അതിന് ആ ഒരു ആവരണം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ തന്നെ ഇവിടുത്തെ ഈ തിരുവഞ്ചിറയിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. ബാവലി തീർത്ഥത്തിലുള്ള മുങ്ങിക്കുടിയാണെങ്കിലും ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും അനിതര സാധാരണമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പൂർവികന്മാരുടെ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്ന വളരെ ഭാവാത്മകമായ ചടങ്ങുകളാണ് ഇവിടെയുള്ളത്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ 28 ദിവസം ഇവിടെ സ്വയംഭൂവായിരിക്കുന്ന പരമശിവനെ കാണാൻ വേണ്ടി എത്തുന്നത്. വളരെ ആഗ്രഹത്തോടെ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന്റെ കാത്തിരിപ്പാണ്. എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത്? എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത്? ഇതിൽ ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഓരോ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ ഓരോ സമുദായങ്ങളാണ് അത് നിർവഹിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നെയ്യാട്ടം, ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ള നായർ സമുദായത്തിൽപ്പെട്ടവർ, അവർ മഠങ്ങളിൽ വ്രതധാരികളായി വന്ന് അവരാണ് ഈ നെയ്യുമായി ഇവിടെ വരുന്നത്, നെയ്യഭിഷേകം ചെയ്യുന്നവരാണ്. ഇനിയിപ്പോൾ ഇളനീരാട്ടം വരുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ ഓരോന്നുണ്ട്. ഇപ്പോൾ കലം വരവ് എന്ന് പറയുന്ന കുലാല വിഭാഗത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ എണ്ണയാണെങ്കിൽ അത് വാണി സമുദായത്തിൽ. അങ്ങനെ ഓരോ സമുദായത്തിനും ഇവിടെ കൃത്യമായ ഒരു അവകാശമുണ്ട്, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആ കടമ നിർവഹിക്കണം എന്നുള്ള ധർമ്മബോധമുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്.
അപ്പോൾ എല്ലാ വിഭാഗത്തിലും പെട്ട ആൾ ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 4 തറവാട്ടുകാരാണ്. ആ 4 തറവാട്ടുകാരും അവരിവിടെ തന്നെയാണ്. ഈ ഉത്സവം തുടങ്ങി ഇത് കഴിയുന്നത് വരെ അവരിവിടുന്ന് അതിൻ്റെ തറവാട്ടിൽ കാരണവരന്മാരായിട്ടുള്ള ട്രസ്റ്റുമാരും അവരുമായി ബന്ധപ്പെട്ടവരും ഈ ക്ഷേത്ര പരിസരത്തു നിന്ന് എന്ത് പുറത്ത് സംഭവിച്ചാലും അവരുടെ ഏറ്റവും ഉറ്റവരായ ആരെങ്കിലും ഒരാൾ മൃതിയടഞ്ഞാൽ പോലും അവരിവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അവരിത് പൂർത്തിയാക്കിയിട്ട് മാത്രമേ പോകും. അങ്ങനെ വലിയ ചിട്ടകളുണ്ട്. അതുപോലെ ഇവിടെ സമുദായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ചിട്ടകൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. സമുദായി എന്നാണ് അതിന് പറയുക. അദ്ദേഹം ഏത് വിഷയമാണെങ്കിലും അടിയന്തര യോഗം എന്ന് പറയും. ആ അടിയന്തര യോഗം കൂടിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. വളരെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയയാണത്. ആ യോഗത്തിൽ ഈ സമുദായി വിളിക്കുന്ന യോഗത്തിൽ ഇവിടുത്തെ തന്ത്രി, അതുപോലെ തന്നെ ജന്മശാന്തി, അതുപോലെ തന്നെ ഇവിടുത്തെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായിട്ടുള്ള തറവാട്ട് കാരണവന്മാർ, അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട ആളുകൾ അവർ ഈ അടിയന്തര യോഗം കൂടിയിട്ട് ചർച്ചകൾ നടത്തിയിട്ട്, വിശദമായ ചർച്ചകൾ നടത്തിയിട്ടാണ് ഇവിടുത്തെ തീരുമാനങ്ങൾ ഓരോന്നും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആശയക്കുഴപ്പമുള്ള കാര്യം, പിന്നെ പൂർവികമായിട്ടുള്ള ചിട്ടകളുണ്ട്. ആ ചിട്ടകളെല്ലാം ലിഖിതമായ ചിട്ടകളാണ്. ആ ചിട്ടകൾക്കൊന്നും യാതൊരു മാറ്റവും വരുന്നില്ല. അതിനനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ആചാരബദ്ധമായ, അതുപോലെ തന്നെ നമ്മുടെ ചിട്ടകൾക്കനുസരിച്ചുള്ള ധർമാധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉള്ളത്. ഒരു യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സമയത്ത് ഹിന്ദു ഐക്യവേദി രൂപീകൃതമായ സ്ഥലം കൊട്ടിയൂരാണെന്ന് പറയണം. കാരണം എന്ന് വെച്ചാൽ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് വന്ന്, ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് താമസിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഭഗവാനിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് അങ്ങനെ കഴിയുന്ന ഒരു സങ്കേതം എന്നുള്ള ആൾക്ക് വളരെ വളരെ ഭാവാത്മകമായ കാഴ്ചപ്പാടുകളോട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങ് വർഷങ്ങളായി ഇവിടെ വരുന്നതാണ്. എങ്ങനെയാണ് ആ ഒരു അനുഭൂതി? വളരെ കുട്ടിക്കാലത്തൊക്കെ നടന്നിട്ടാണ് വന്നിരുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന എല്ലാവരും നടന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ രാവിലെ പുറപ്പെടും. അങ്ങനെ നടന്ന് ഇവിടെ നിന്ന് വൈകുന്നേരം വന്ന് ഇവിടെ ഇങ്ങനെ ഈ കാനന ഭംഗിയും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട് ക്ഷേത്രത്തിൽ ദേവനെ തൊഴുത് ഇവിടെ തന്നെ തങ്ങുകയാണ് ചെയ്യുക. ഉറങ്ങാനും ഒന്നും സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഇവിടെ നാമജപങ്ങളും ഈ കാര്യങ്ങളൊക്കെ ആയി കണ്ട് അങ്ങനെ ഉറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. ഇവിടെ തങ്ങി എന്നിട്ട് പിറ്റേന്ന് ആണ് പോവുക. അപ്പോൾ ഇവിടുന്ന് ക്ഷേത്രത്തിൽ കിട്ടുന്ന പ്രസാദമുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ കൊട്ടിയൂരിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്കുക എന്നാണ് പറയുക. നിരീക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക, വരാൻ വേണ്ടി നിശ്ചയിക്കുക എന്നാണ്. അങ്ങനെ നിശ്ചയം ഉണ്ടായാലാണ് വരിക. അപ്പോൾ അങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ വന്നേ പറ്റൂ, വരുത്തിക്കും, ദേവനെ ഇവിടെ വരുത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം വാഹനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ സൗകര്യങ്ങളെല്ലാം പുറത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിലൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും പുറത്തെന്തെങ്കിലും മാറ്റങ്ങളുണ്ടല്ല, ഉള്ളിലത്തെ ക്ഷേത്രങ്ങളുമായിട്ടുള്ള യാതൊരു മാറ്റങ്ങളുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതൊരു അനുഭൂതിയാണ്, ഇതൊരു അനുഭവമാണ്. ഇത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മുടെ വർഷത്തിലൊരു അഭിലാഷമാണ്. ഇവിടെ വന്ന് ദേവനെ തൊഴുക എന്ന് പറയുന്നത് ഒരു ചരിതാർത്ഥ്യമാണ്. ആ ഒരു കൃതകൃത്യമാണ്. അത് നേടാൻ വേണ്ടിയാണ് ഭക്തജനങ്ങളെല്ലാം വരുന്നത്. എന്തായാലും ഒരുപാട് സ്നേഹം ഇത്രയും സമയം ചെലവഴിച്ചു. നമഃ ശിവായ.